ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന കൺട്രി അസർബൈജാനാണ്. അസർബൈജാൻ എന്ന് പറയുന്നത് ഏഷ്യയിലുള്ള ഒരു കൺട്രിയാണ്, ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൺട്രിയാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. അസർബൈജാൻ ഒരു യുണീക്ക് കൺട്രിയാണ്. നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മോഡേൺ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, റിച്ച് കൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു വൈബ്രൻറ്റ് സിറ്റി ആൻഡ് കൺട്രി കൂടിയാണ് അസർബൈജാൻ എന്ന് പറയുന്നത്. അസർബൈജാനിലാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ബാക്കു ആണ്. അതുപോലെ അവരുടെ കറൻസി വരുന്നത് അസർബൈജാനി മന്നത്താണ്. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് അസർബൈജാനി ആണ്. കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് യൂറേഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് യൂറോപ്പിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഏഷ്യയുടെ ഒരു ഭാഗമായിട്ടാണ് അസർബൈജാനെ കൺസിഡർ ചെയ്യുന്നത്. ടൈം സോൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് UTC+4 ആണ്. ഡേ ലൈറ്റ് സേവിങ് ടൈമാണ് അത് വരുന്നത്. പിന്നെ വൈ വിസിറ്റ് അസർബൈജാൻ എന്നുള്ളതിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അതൊരു യുണീക്ക് മിക്സ് ഓഫ് യൂറോപ്യൻ ഏഷ്യൻ കൾച്ചർ. അതൊരു യൂറോപ്യൻ കൾച്ചറും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഏഷ്യൻ കൾച്ചറും നമുക്ക് ഈ ഒരു അസർബൈജാനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവരുടെ ബാക്കു എന്ന് പറയുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ മോഡേൺ ബാക്കു എന്നാണ് ആ സിറ്റി അറിയപ്പെടുന്നത്. ഫ്ലെയിം ടവേഴ്സ് ആയിക്കോട്ടെ, കാസ്പിയൻ സീ ആയിക്കോട്ടെ, ഇതൊക്കെ അസർബൈജാൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ റിച്ച് ഹിസ്റ്ററി കാണാൻ വേണ്ടി പറ്റും. അധികവും നമുക്ക് യുനെസ്കോ സൈറ്റ്സാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുക. ഓൾഡ് സിറ്റീസ് ആയിക്കോട്ടെ, റൂട്ട്സ് ആയിക്കോട്ടെ, പാലസസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കവിടെ യുനെസ്കോ സൈറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ അസർബൈജാൻ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഫയർ മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, മഡ് വോൾക്കാനോസ് ആയിക്കോട്ടെ, ആൻഷ്യൻ ടെമ്പിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ കൂടുതൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെയാണെങ്കിൽ ഡൈവേഴ്സ് ലാൻഡ്സ്കേപ്സ് ആണ്. അതായത് മൗണ്ടെയിൻസ്, ലേക്സ്, ഡെസേർട്ട്, ഗ്രീൻ വാലി, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണിത്. അതുപോലെ തന്നെ ക്യൂസീൻസിൻ്റെ കാര്യത്തിലായും ഡെലീഷ്യസ് ക്യൂസീൻസാണ് അവിടെയുള്ളത്. കബാബ്സ് ആയിക്കോട്ടെ, അവരുടെ ട്രഡീഷണൽ ടീ കൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അസർബൈജാനിൽ പോയാൽ. പിന്നെയാണെങ്കിൽ അവരുടെ ഗ്രേറ്റ് വാല്യൂ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിക്കോട്ടെ, അഫോർഡബിൾ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ഒരു ലക്ഷറി ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയവർക്കുള്ള ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ് അസർബൈജാൻ. അവരുടെ ഹോട്ടലായിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതൊക്കെ അത്രയും നല്ലൊരു സർവീസാണ് അവിടെ നമുക്ക് ഉണ്ടാവുക. പിന്നെ പറയുകയാണെങ്കിൽ ഈസി വിസ പ്രോസസ്സാണ്. അതായത് കൺവീനിയൻറ്റ് വിസയാണ് ഇന്ത്യൻ ട്രാവലേഴ്സിന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി വിസ പ്രോസസ്സ് ആയിരിക്കും അസർബൈജാനിലേക്ക്. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് അസർബൈജാൻ എന്ന് പറയുന്നത് നമുക്ക് സ്പ്രിങ് വരുന്നത് മാർച്ച് ടു മെയ് ആണ്. ആ സമയത്താണെങ്കിൽ നമുക്ക് പ്ലെസൻറ്റ് വെതർ ആയിരിക്കും, നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ ഐഡിയൽ ടൈം ആയിരിക്കും. പിന്നെ അവരുടെ സമ്മർ എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ്. ആ സമയത്ത് അത്യാവശ്യം ഹോട്ടായിരിക്കും, പക്ഷെ നമുക്ക് ആ സമയത്ത് കാസ്പിയൻ സീ ആയിക്കോട്ടെ, നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു സമയത്താണ്. പിന്നെ അവരുടെ ഓട്ടം സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ്. ആ സമയത്ത് ഒരു മൈൽഡ് ക്ലൈമറ്റ് ആയിരിക്കും. കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ മൗണ്ടെയിൻസ്, ഫോട്ടോഗ്രാഫി, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ കറക്റ്റ് പെർഫെക്റ്റ് ടൈമാണ് ഈ ഓട്ടം ടൈം എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ വിൻ്റർ ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ ടു ഫെബ്രുവരി ആണ്. ആ സമയത്ത് കോൾഡ് ആയിരിക്കും, സ്നോ ഹൈലാൻഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ സ്കീയിങ്ങിനും വിൻ്റർ എക്സ്പീരിയൻസസും വിൻ്റർ ആക്ടിവിറ്റീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും ആ ഒരു സമയം. മെയിൻലി ഹൈലൈറ്റ്സ് ഫോർ അസർബൈജാൻ പ്ലേസസിൽ പറയുകയാണെങ്കിൽ ബാക്കു ആണ്. ബാക്കു എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതുപോലെ തന്നെ മോഡേൺ ആർക്കിടെക്ചറും ഓൾഡ് സിറ്റീസൊക്കെ നമുക്ക് മെയിൻലി ബാക്കുവിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഷേക്കി എന്ന് പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. അതായത് പാലസസ്, സിൽക്ക് റോഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട് അവിടെ കാണാനുള്ളത്. പിന്നെയാണെങ്കിൽ ഗബാലയാണ്. ഗബാല എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ റിസോർട്ട്, നേച്ചർ, കേബിൾ കാർസ്, അഡ്വഞ്ചർ പാർക്സ്, ഇതൊക്കെ മെയിൻലി നമുക്ക് ഈ ഗബാലയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. കേബിൾ കാർ കൂടുതലും ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഗബാല. പിന്നെ വരികയാണെങ്കിൽ ഗോബസ്റ്റനാണ്. അതെന്ന് പറയുന്നത് യുനെസ്കോ റോക്ക് കാർവിങ്സ് ആൻഡ് മഡ് വോൾക്കാനോസ് ഒക്കെ നമുക്ക് ഈ ഗോബസ്റ്റനിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഗഞ്ചയാണ്. അത് അവരുടെ കൾച്ചറൽ സിറ്റിയാണ്. പാർക്സ്, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഗഞ്ചയിലാണ്. ബാക്കു എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റൽ ഓഫ് അസർബൈജാനും അതുപോലെ തന്നെ കാസ്പിയൻ സീയും മെയിൻലി നമുക്ക് ഇവിടെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഐക്കോണിക് സ്കൈ ലൈൻ വിത്ത് ഫ്ലെയിം ടവേഴ്സ്, മോഡേൺ ആർക്കിടെക്ചർ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആൻഷ്യൻ ഓൾഡ് സിറ്റി ആയിരിക്കും. അതുപോലെ ഒരു ലക്ഷറി ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ പ്രീമിയം ഷോപ്പിംഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈൻ ഡൈനിങ്, വൈബ്രൻറ്റ് നൈറ്റ് ലൈഫൊക്കെ നമുക്ക് ഈ ബാക്കു സിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ സേഫ് ആൻഡ് ക്ലീൻ ആൻഡ് വെൽ പ്ലാൻ സിറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ബാക്കുവിൽ ഉണ്ടാവുക. പിന്നെ പറയുകയാണെങ്കിൽ ഷേക്കി ഹിസ്റ്റോറിക്കൽ സിൽക്ക് റോഡ് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ മൗണ്ടെയിൻസ് ആണ്. അതുപോലെ ഇത് ഫേമസ് ആയിട്ടുള്ളത് ഷേക്കി ഖാൻസ് പാലസ് ആണ്. അതാണ് അവിടുത്തെ ഫേമസ് പാലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൾഡ് ടൗണ്, ട്രഡീഷണൽ ആർക്കിടെക്ചർ, ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബുട്ടീക്ക് ഹെറിറ്റേജ് സ്റ്റേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ് ക്യൂസീൻസ് നമുക്ക് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ കൾച്ചർ ആൻഡ് സീനിക് ലക്ഷറി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സിറ്റിയിൽ ഉണ്ടാവാം. പിന്നെ പറയുകയാണെങ്കിൽ നെക്സ്റ്റാണ് ഗബാല. ഗബാല എന്ന് പറയുന്നത് തന്നെ അസർബൈജാൻ്റെ മോസ്റ്റ് സീനിക് മൗണ്ടെയിൻ ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ഇത് സറൗണ്ട് ചെയ്തിരിക്കുന്നത് ലഷ് ഗ്രീൻ ആൻഡ് ഫോറസ്റ്റ് ആണ്. അതുപോലെ മൗണ്ടെയിൻസ് ആണ് ചുറ്റും വരുന്നത്. മൗണ്ടെയിൻ റിസോർട്ട്, ക്യാബിൾ കാർ റൈഡ്സ്, ഇതൊക്കെ നമുക്ക് ഗബാലയിലാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതും ഫേമസ് ആയിട്ടിരിക്കുന്ന ലക്ഷറി റിസോർട്ട്സ് ഉണ്ട്, അതുപോലെ നേച്ചർ റിട്രീറ്റ്സ് ഉണ്ട്. ഫ്രഷ് മൗണ്ടെയിൻ എയറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവർ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. സ്കീയിങ് ആയിക്കോട്ടെ, ഹൈക്കിംഗ് ആയിക്കോട്ടെ, സിപ്പ് ലൈനിങ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതറിയപ്പെടുന്നത് ഹോം ടു വാട്ടർഫോൾസ്, ലേക്സ്, പാനോമറിക് വ്യൂസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ഒരു ഗ്രീനറി ടൈപ്പാണ് ഈ ഗബാല വരുന്നത്. കേബിൾ കാർ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു ബ്ലെൻഡ് ഓഫ് നേച്ചറും റിലാക്സേഷനും, ഒരു സോഫ്റ്റ് അഡ്വഞ്ചർ ലക്ഷറിയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരികയാണെങ്കിൽ ഗോബസ്റ്റൻ ആണ്. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അത് വരുന്നത് ബാക്കുവിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, നിയർ ബാക്കു ആണ് വരുന്നത്. അതുപോലെ ഇവിടെ റോക്ക് കാർവിങ്സ് ആയിരിക്കും മെയിൻലി വരുന്നത്. യുണീക്ക് മഡ് വോൾക്കാനോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പൺ എയർ മ്യൂസിയംസ് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് റോക്ക് കാർവിങ് ചെയ്യുന്നതെന്നുള്ള മ്യൂസിയംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സീനിക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ഹിസ്റ്ററി ലവേഴ്സും അതുപോലെ ഫോട്ടോഗ്രാഫി ലവേഴ്സിനൊക്കെ ഏറ്റവും പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ഈ ഗോബസ്റ്റൻ എന്ന് പറയുന്നത്. ഹിസ്റ്ററി ലവേഴ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡെസ്റ്റിനേഷനാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഗഞ്ചാണ്. ഗഞ്ച എന്ന് പറയുന്നത് അസർബൈജാൻ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. വിത്ത് റിച്ച് ഹിസ്റ്ററിയാണ് വരുന്നത്. ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഫേമസ് പോയിറ്റ് നിസാമി ഗഞ്ചാവിയുടെ ബർത്ത് പ്ലേസ് ആയിട്ടാണ് ഈ ഗഞ്ച അറിയപ്പെടുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്റോറിക് മ്യൂസിയംസ് കാണാൻ വേണ്ടി പറ്റും. കൾച്ചറൽ സൈറ്റ്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അട്രാക്ഷൻ ഫേമസ് ആയിട്ട് വരുന്നത് ബോട്ടിൽ ഹൗസസ് ഉണ്ട്, നിസാമി മ്യൂസിയംസ് ഉണ്ട്. ഇതും ചുറ്റും സറൗണ്ട് ചെയ്യുന്ന ഗ്രീൻ പാർക്ക് ആൻഡ് സീനിക് കൺട്രി സൈഡാണ്. അതുപോലെ ഒരുപാട് ആൻഷ്യൻ ഹെറിറ്റേജും മോഡേൺ സിറ്റി ലൈഫൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കാം ആൻഡ് കൾച്ചറൽ ഡെസ്റ്റിനേഷനാണ്. അതും ഒത്തൻറ്റിക് ആയിട്ടുള്ള അസർബൈജാൻ വൈബ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള ഒരു കാം ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഈ ഗഞ്ച. പിന്നെ പറയുകയാണെങ്കിൽ ഫേമസ് ഫുഡ്സ് ആണ്. അസർബൈജാനിൽ ഒരുപാട് ഡെലീഷ്യസ് ഫുഡ്സ് ഉണ്ട്. അതിലവിടെ ഫേമസ് ആയിട്ട് വരുന്നത് പ്ലോവ് ആണെന്ന് വെച്ചാൽ നാഷണൽ ഡിഷാണ്. അത് അവരുടെ നാഷണൽ ഡിഷായിട്ടാണ് അവരത് കൺസിഡർ ചെയ്യുന്നത്. അതൊരു വിത്ത് റൈസ് ആയിരിക്കും, മീറ്റ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഡോൾമ എന്ന് പറയുന്നത് അവരുടെ സ്റ്റഫ്ഡ് ഗ്രേപ്പ് ലീവ്സ് ആണ്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ കബാബ്സ് ഉണ്ട്, അതുപോലെ തന്തീർ ബ്രെഡ് ഉണ്ട്, പിന്നെ ഒരുപാടുണ്ട്. ബക്ലാവ, സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പേസ്ട്രി ആയിട്ട് തന്നെ സ്വീറ്റ് പേസ്ട്രി വിത്ത് നട്ട്സ് ആൻഡ് ഹണിയാണ് അവരുടെ ബക്ലാവ വരുന്നത്. ഒക്കെ ഇവിടെ മോസ്റ്റ് ഫേമസ് ഫുഡ്സ് ആണ്. മേജർ എയർപോർട്ട്സ് ഇൻ അസർബൈജാൻ എന്ന് പറയുന്നത് ഹൈദർ അലിയേവ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. GYD ആണ് മെയിൻ. ബാക്കുവിലാണ് ഇത് വരുന്നത്. മെയിൻ ഇൻ്റർനാഷണൽ ഗേറ്റ് വേ ആണ് ലൊക്കേറ്റഡ് ഇൻ ബാക്കു. അതുപോലെ ഗഞ്ച ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അത് വെസ്റ്റേൺ അസർബൈജാനാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ നക്കീജിവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അത് കീ എയർപോർട്ട് ഫോർ നക്കീജിവാൻ ഓട്ടോണമസ് ആൻഡ് റിപ്പബ്ലിക് ആ ഒരു ഏരിയയിലേക്കാണ് അത് വരുന്നത്. പിന്നെ ഗബാല ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതായത് കൺവീനിയൻറ്റ് മൗണ്ടെയിൻസ്, റിസോർട്ട്സ്, ടൂറിസത്തിനൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണത്. പിന്നെ ആണെങ്കിൽ ലങ്കാരൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് വരുന്നത്. ഇത് സൗത്തേൺ അസർബൈജാനാണ്, നിയർ കാസ്പിയൻ സീ ആണ് അത് സെർവ് ചെയ്യുന്നത്. പിന്നെ അസർബൈജാൻ വിസ എന്ന് പറയുന്നത് വിസയാണ് വരുന്നത്. നമുക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിതിനും പാസ്പോർട്ട് മസ്റ്റ് ഹാവ് മിനിമം 6 months വാലിഡിറ്റി പാസ്പോർട്ടാണ് നമുക്ക് ആവശ്യം വരുന്നത്. പിന്നെ അതിൻ്റെ ബേസിക് ട്രാവൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. മെയിൻലി ഇതിന് പ്രോസസ്സിങ് ടൈം വരുന്നത് 3 to 5 വർക്കിംഗ് ഡേയ്സ് ആണ്. നമുക്കിപ്പം അർജൻറ്റ് വിസ കേസ് ആണെങ്കിൽ 1 to 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കത് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വിസ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് വിസ PDF ആയിട്ട് കിട്ടും. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈം ക്യാരി ചെയ്താൽ മതി. അതാണ് നമുക്ക് വിസ പ്രോസസ്സ് വരുന്നത്. ഈ വിസയാണ് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻലി അസർബൈജാനെ കുറിച്ച് പറയാനുള്ളത്. ഇൻ്റർനാഷണൽ ട്രിപ്പും അതൊരു യൂറോപ്യൻ സ്റ്റൈൽ ട്രിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അസർബൈജാൻ എന്ന് പറയുന്ന കൺട്രി. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ഡു ഫോളോ വെസ്പേർഡ് ഹോളിഡേയ്സ്.